ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ശരത്ത് കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം കണ്ട് സഹി കെട്ടിട്ട് ദേവുവും അമ്മയും കൂടി ചേർന്ന് വിവരങ്ങളെല്ലാം വിളിച്ച് രേവതിയോട് പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കോ തൻ്റെ അനിയനെ വഴിതെറ്റിക്കുന്നവനെ വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ സച്ചി ആണെങ്കിൽ വീട്ടിൽ വന്ന് രേവതിയോട് ഇന്ന് കണ്ട കാഴ്ചകളെ പറ്റിയെല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഇരട്ടി സങ്കടമായി. ഈ സമയത്താണ് കിട്ടിയ ആ ഒരു പേപ്പർ തുണ്ടിനകത്ത് എഴുതിയിരുന്ന കാര്യം അമ്മയെ കൊണ്ടേ കാണിച്ച് നമ്മുടെ സുധി എന്ന് പറയുന്ന മോൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിങ്ങനെ നടക്കുന്നത്. അമ്മയോടാണെങ്കിൽ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അമ്മയും കൂടെ പേടിപ്പിക്കുക. എൻ്റെ ശ്രുതിയാണെങ്കിൽ സ്റ്റെയറിൽ നിന്ന് വീണ് മരിച്ചമ്മയെ ഞാനത് കണ്ട് ആത്മഹത്യ ചെയ്തമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒറ്റയടിയായിരുന്നു ചെവിക്കല്ല് തീർത്ത്. ഒറ്റയടിയും വെച്ച് കൊടുത്തിട്ട് നീ എന്നതൊക്കെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. നീ ചുമ്മാ നിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുവാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണമ്മേ, എന്നെ തല്ലരുതമ്മേ എന്നൊക്കെ പറഞ്ഞായി പിന്നെ നമ്മുടെ സുധി. അപ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിലും നിന്നെപ്പോലൊരു പൊട്ടൻ, വെറുതെ അല്ലടാ നീ വെറും പൊട്ടനാണെന്നാ സച്ചിയൊക്കെ പറയുന്നത്, നീ എന്നതാ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ മോനെ വഴക്ക് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും എൻ്റെ സ്നേഹത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ലല്ലോ, എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരുന്നതും എൻ്റെ അച്ഛനെ കള്ളൻ കുത്തിക്കൊല്ലുന്നതും കണ്ട് നെഞ്ച് തകർന്ന് ആത്മഹത്യ ചെയ്യുന്ന എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഡയലോഗ് അത്. അങ്ങനെ അമ്മേ എൻ്റെ അച്ഛൻ്റെ വയറിലാമ്മയെ അവൻ പിച്ചാത്തി കുത്തി കയറ്റിയത്, എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നത്, എൻ്റെ ശ്രുതിയാ മരിച്ചത് അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരുന്നു പറയുമ്പോൾ ഇനി നീ വാ തുറന്ന് നീ എൻ്റെ ഇത് വാങ്ങിക്കുമെന്ന് അമ്മ മോനോട് പറഞ്ഞു. എന്നിട്ട് ഒരു തരത്തിൽ ഈ പൊട്ടത്തരം പറയുന്ന ശ്രുതിയെ അവിടെ നിന്ന് പറഞ്ഞ് വിടുവാണ്. ചന്ദ്ര, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയില്ല, നീ 10 പൈസയ്ക്ക് ബോധമില്ലാത്തവനാണെന്ന് എനിക്കറിയാം, ചുമ്മാ മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണോ ഇങ്ങനെ പറയിക്കാൻ നടക്കണേന്ന് ചോദിച്ചു. ഇനി നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഇനി ശരിയാക്കാം, അവൻ്റെ ഒരു പേപ്പറെന്നും പറഞ്ഞുകൊണ്ട് കാര്യം പേപ്പർ വെച്ച് ചെയ്ത് കളഞ്ഞിട്ട് പുള്ളിക്കാരി പോടാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പുള്ളിക്കാരി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ല, എൻ്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ എന്തൊക്കെയോ കിടന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയിട്ട് മുറിയിൽ ചെന്നപ്പോഴും ശ്രുതി നല്ല ഉറക്കമാണ്. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളെയൊക്കെ സമ്മതിക്കണം, ഇവൾക്കൊക്കെ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ കുറേ നേരം നോക്കിയിരുന്നു. എന്നിട്ട് ശ്രുതിയാണ് തിരിഞ്ഞ് കിടന്ന് പിച്ചുമ്പയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിൽ ഓടി നടന്ന് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും എന്നാ ആൻ്റണിയെ കാണാൻ പോകാനായിട്ട്. അപ്പോൾ സച്ചിക്ക് മനസ്സിലായി രേവതി എന്തോ പരിപാടി ഒപ്പിക്കാനാണ് ഇത്രയും ധൃതിപ്പെട്ട് ഓരോ കാര്യങ്ങളും എല്ലായിടത്തും ഓടി നടന്ന് ചെയ്തു തീർക്കുന്നതെന്ന്. അപ്പോൾ സച്ചി എന്നിട്ട് രേവതിയോട് ചോദിച്ചു, നീ എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്ന രാവിലെ തന്നെ? പൂ കൊടുത്തിട്ട് നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിച്ചു. അത് എനിക്കെങ്ങും പോകാനൊന്നുമില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. എന്നോട് കള്ളം പറയരുത് രേവതി, നീ എന്തോ മനസ്സിൽ കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം ഒന്നുമില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ രേവതി അത് കള്ളം പറഞ്ഞാണെന്ന് സച്ചിക്ക് അറിയാം. അപ്പോൾ രേവതിയെ ഫോളോ ചെയ്താലേ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നും സച്ചിക്ക് മനസ്സിലായി. സച്ചി എന്നിട്ട് എന്ത് ചെയ്തു, പതുക്കെ രേവതിയെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. രേവതി എന്നിട്ട് വേഗം തന്നെ അച്ഛന് കൊടുക്കാനുള്ള ഫുഡൊക്കെ കൊടുത്തു. അതുപോലെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് രേവതി പോവുക. അപ്പോഴത്തേക്കും ചന്ദ്ര കിടക്കുന്ന കയറ് പൊട്ടിക്കാൻ തുടങ്ങി. രേവതിയെ കണ്ടില്ല. ഉണ്ടാക്കി വെച്ചത് പോരാ, ഇനി എടുത്ത് വായിലേക്ക് ഒഴിച്ചും കൂടെ കൊടുത്താൽ മാത്രമേ ചന്ദ്രമതിക്ക് തൃപ്തിയാവത്തുള്ളല്ലോ. ചന്ദ്രമതി ഇങ്ങനെ രേവതി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് ഒരു നേരം പോലും രേവതി മോളെ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ലേ ചന്ദ്രേന്ന് രേവതിയുടെ ചോദിക്കുമ്പോൾ, പിന്നെ അവൾ ചെയ്തതെന്താ? അവൾ അവളുടെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടുന്നതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അവൾ പോയത്. നിനക്ക് 2 മരുമക്കൾ വേറെ ഉണ്ടല്ലോ, എന്തേ അവരാരും ഒന്നും ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അവർക്കൊക്കെ വേറെ ജോലിയുള്ളതാ, അല്ലാതെ നിങ്ങളുടെ രേവതി മോളെ പോലെ അല്ലെന്ന് പറഞ്ഞു. രേവതി മോൾക്ക് എന്താ ജോലിയില്ലേ? അവളുടെ ജോലിയുടെ കാര്യമൊന്നും പറയണ്ട, പൂകെട്ടലാണല്ലോ അവളുടെ ജോലി, ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് ചന്ദ്രയെന്നും പറഞ്ഞ് അതങ്ങനെ. ദേവിയേട്ടനോട് സംസാരിക്കാനൊന്നും ഞാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്നിട്ട് എന്നാ ഇത് അവിടെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. രേവതി ഈ സമയത്ത് നേരെ പോകുന്നത് നമ്മുടെ ആൻ്റണിയെ കാണാനായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മുടെ ശരത്തും ആ ഒരു സമയം കണ്ട് ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ രേവതിയുടെ ഫോണിലേക്ക് ഇവർ വിളിക്കുക, അമ്മയും അനിയത്തിയും കൂടി. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ ആൻ്റണിയുടെ അടുത്തേക്ക് പോവുകയാണ് അമ്മയെന്ന്. അപ്പോൾ ഇവർ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് ഈ ശരത്ത് കേട്ടു. അപ്പോൾ ശരത്തിന് മനസ്സിലായി രേവതി ചേച്ചി ഇവനെ കാണാൻ പോവുകയാണെന്ന്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നം എന്താകും എന്ന് ഇവനൊരു ടെൻഷൻ. അതുകൊണ്ട് ഇവന് ആ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചപ്പോൾ അപ്പുറയിൽ വീട്ടിൽ നിന്ന് സച്ചി ഇറങ്ങി, ഇവിടെ നിന്ന് ശരത്ത് ഇറങ്ങി, രേവതി മുന്നിലും പോണു. അങ്ങനെ ആൻ്റണി ആണെങ്കിൽ ആൻ്റണിയുടെ ഓഫീസ് ഭയങ്കര എന്നാ പറയുന്നത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രേവതിയെ കണ്ടപ്പോഴത്തേക്ക് ആരത് രേവതി ചേച്ചിയോ? രേവതി ചേച്ചി വരണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളും ഈ ആൻ്റണി. അപ്പോൾ അങ്ങനെ വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയപ്പോൾ നീ കൂടുതൽ എൻ്റെ മുന്നിൽ അഭിനയിക്കാനൊന്നും നിൽക്കണ്ട, നീ എന്താടാ എൻ്റെ അനിയനെ ഈ രീതിയിൽ വഴി തെറ്റിക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ ചേച്ചി,
ചേച്ചി എന്നെ പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ കേട്ടോ. ഞാൻ ചേച്ചിയുടെ അനിയനെ വഴിതെറ്റിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ വഴിതെറ്റിച്ച വഴി തെറ്റാനുള്ളതേ ഉള്ളൂ ചേച്ചിയുടെ അനിയൻ. അവനും ഞാനും നല്ല ഫ്രണ്ട്സാന്ന് പറയുമ്പോൾ നിന്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ എന്താണെന്ന് എനിക്കറിയാം. നീ എന്തിനാണ് ശരത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി വയലൻ്റ്. ഇവൻ ആദ്യമൊക്കെ ഭയങ്കര കൂളായിട്ട് രേവതിയെ സോപ്പിട്ട് നിന്നു. പക്ഷേ രേവതി ഇവനോട് താക്കീതായിട്ടും ശാസനയായിട്ടുള്ള ഭീഷണിയൊക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൻ്റണിയുടെ രീതി അങ്ങ് മാറി. ഈ സമയത്ത് നമ്മുടെ ശരത്ത് അവിടെ വന്നു. ഇവർ തമ്മിലുള്ള സംസാരം എന്താണെന്ന് കേൾക്കുക. അപ്പോൾ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ആൻ്റണി ശരത്ത് വന്നത് കണ്ടില്ല. ശരത്ത് വന്നത് കാണാതെയാണ് ആ ഒരു ഡയലോഗൊക്കെ ഇറക്കുന്നത്. അപ്പോൾ രേവതി ഇങ്ങോട്ട് നിർത്തിയിട്ട്, അതേടി നിൻ്റെ അനിയനെ തകർക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും നിൻ്റെ അനിയൻ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളെല്ലാം ഞാൻ പറഞ്ഞിട്ടാടിയെന്നും പറഞ്ഞു. നിന്നോടും നിൻ്റെ കെട്ടിയവനോടുമുള്ള കലി നിൻ്റെ അനിയനെ വെച്ച് ഞാൻ തീർക്കുമെന്നും അവൻ്റെ ജീവിതം വെച്ച് ഞാൻ കളിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻ്റണി ഇങ്ങനെ പറയും. ഇതൊക്കെ കേട്ട് ശരത്ത് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞതും രേവതി ചേച്ചി പറഞ്ഞതും അമ്മ പറഞ്ഞത് ദേവു പറഞ്ഞത് ഇതെല്ലാം സത്യമാണെന്നുള്ള കാര്യം ശരത്തിന് ആ സെക്കൻഡിൽ മനസ്സിലായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആൻ്റണി പച്ച വെള്ളം പോലെ അങ്ങ് വിളിച്ചങ്ങ് പറഞ്ഞില്ല. ഇത് മുഴുവൻ അവിടെ നിന്ന് കേൾക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും വന്നു. സച്ചി ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ശരത്ത് ഇവിടെ നിന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നീ എൻ്റെ അനിയൻ്റെ നിഴൽവെട്ടത്ത് പോലും വന്നെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് രേവതി പറഞ്ഞു. നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമോടി എന്ന് ചോദിച്ചുകൊണ്ടായി രേവതിയോട് ഇവനെ. അപ്പോൾ ഇതൊക്കെ രേവതി നിന്നെ ഞാനെന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോഴത്തേക്കും ആൻ്റണി രേവതിയുടെ കയ്യെ കയറി പിടിച്ചിട്ട് നീ എന്നെ തല്ലാറായോ? നിൻ്റെ ഭർത്താവ് എൻ്റെ ബിസിനസ് എല്ലാം തകർത്ത് തരിപ്പണമാക്കി വെച്ചതും പോരാഞ്ഞിട്ട് നീ എന്നെ തല്ലാൻ നോക്കുന്നു. ഒന്ന് നിന്റെ കെട്ടിയാൻ കൈ പൊക്കിയതിൻ്റെ അടി നീ കുറേ കാലം ആശുപത്രി കിടക്കെ കിടന്നതും വീൽ ചെയറിൽ നടന്നതും എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ശരത്ത് കേട്ടു. അപ്പോൾ രേവതിയുടെ കാലൊടിയാൻ കാരണക്കാരൻ ഇവനാണെന്നുള്ള കാര്യം നമ്മുടെ ശരത്തിന് മനസ്സിലായി. നിൻ്റെ ഒരു ഓലപ്പീപ്പി കാണിച്ച് ഞാൻ പേടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. രേവതി പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. ഒരു ഒറ്റ തള്ളു തള്ളി. ഇപ്പോൾ രേവതി തെറിച്ച് പോയിട്ട് തലയുടെ വായ്ക്ക് ഇടിച്ച് രേവതി അങ്ങ് വീണപ്പോൾ എന്താ രേവതിയുടെ തലയിലേക്ക് ശരിക്കും മേനം എടുത്തു. അപ്പോൾ പിടിച്ച് വലിച്ചയച്ച് കൊണ്ടുപോടാ ഇവളെന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി കൂടെ ഉള്ളവന്മാരോട് പറഞ്ഞപ്പം ആരും പ്രതീക്ഷിക്കാതെ പുറത്തുനിന്ന് നീ പിടിച്ചു വലിക്കാൻ വന്നവനെ ഒരൊറ്റ തൊഴിയായിരുന്നു. ഒറ്റ തൊഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 തൊഴിയായിരുന്നു അത്. ഇവനൊന്നര ഈ ആൻ്റണി ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഈ തൊഴി വരുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ നമ്മുടെ രേവതിയുടെ ഇടവും വലവും നിൽക്കാൻ 2 പേര് ഉണ്ട്. ഒന്ന് സച്ചി, ഒന്ന് ശരത്ത്. തൻ്റെ ചേച്ചിയെ തൊട്ട് കളിച്ചവനെ ശരത്ത് വെറുതെ വിടുവോ? ഇല്ല. അതുപോലെ നമ്മുടെ സച്ചി വന്നിട്ട് നീ എൻ്റെ രേവതിയെ തൊടുന്നോടാന്നും ചോദിച്ചുകൊണ്ട് അവനെ അവിടെ ഇട്ട് ഇഞ്ച പരുവാക്കി. പിടിച്ചു വലിക്കാൻ ചെന്നവനെയും അതുപോലെ തന്നെ ആൻ്റണിയും അടിച്ച് ഇഞ്ച പരുവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. താൻ എൻ്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കാം, പക്ഷേ എൻ്റെ ചേച്ചിയെ വേദനിപ്പിച്ച തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. താൻ ഇനി എനിക്കാരുമല്ലെന്നും താൻ ഇനി എൻ്റെ നിഴൽവട്ടത്ത് പോലും വന്നു പോയേക്കരുതെന്നും എൻ്റെ ചേച്ചിയെ അന്ന് വണ്ടി ഇടിച്ചത് താനാണോ എന്ന് തന്നോട് ഞാൻ ചോദിച്ചപ്പോൾ താൻ എന്തെന്നാ എന്നോട് പറഞ്ഞത്? താനല്ല, രേവതി ചേച്ചി എൻ്റെയും കൂടി ചേച്ചിയാണെന്ന്. ഇപ്പം ഞാൻ കണ്ടു. താൻ പറഞ്ഞതും ചെയ്തതും മുഴുവൻ ഞാൻ കാണുകയും ചെയ്തു. ഇനി തന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും ശരത്തും കൂടെ രേവതിയെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോഴത്തേക്കും വീട്ടിൽ അമ്മ തെരുതരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. രേവതി ഇവൻ്റെ അടുത്ത് പോയതല്ലേ, എന്തായി എന്ന് അറിയത്തില്ലല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നം കൂടുതലായിട്ടുണ്ടോയോ ഇതൊന്നും അറിയത്തില്ലല്ലോ. അമ്മ കിടന്ന് തെരുതരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ശരത്തിനോട് ഫോൺ എടുക്കാൻ സച്ചി പറഞ്ഞു. ശരത്ത് ഫോൺ എടുത്തു. ഹലോ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ രേവതി, നീ ഇതെവിടെയാണ് ശരത്തെ? രേവതി എന്തിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് എന്നാ പറ്റിയ? അവൾ ആൻ്റണിയുടെ അടുത്ത് പോവാമെന്ന് പറഞ്ഞു പോയതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിയെ ഞങ്ങൾ ആൻ്റണിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അമ്മയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കോ? എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ അമ്മ ഭയങ്കരമായിട്ട് ടെൻഷനാവുക. അപ്പോൾ അമ്മ വിഷമിക്കൊന്നും വേണ്ട, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ചേച്ചി ഒന്ന് വീണു എന്ന് പറഞ്ഞു. വീണോ? എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സംഭവം ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയോട് സംഭവങ്ങളെല്ലാം പറയാം. എന്നിട്ട് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പുറകെ അമ്മ കരഞ്ഞു വിളിച്ച് ഫോൺ വെച്ചു. ആ സമയത്ത് ദേവു എന്താ അമ്മേ കാര്യം എന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴേക്കും അമ്മ ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദേവുവിനെയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ അവർ ആശുപത്രിയിലേക്ക് പോയി. അവർ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ രേവതിയുടെ തലയിൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വന്നു. രേവതി ഇങ്ങനെ ആശുപത്രിയിൽ ഡോക്ടർ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് അമ്മയും ദേവും കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അപ്പോൾ സച്ചി തൊട്ടരികിൽ നിൽപ്പുണ്ട്. എന്താ മോളെ പറ്റിയത്? ഞാൻ പറഞ്ഞതല്ലേ ആ ദുഷ്ടൻ്റെ അടുത്തേക്ക് പോകരുതെന്ന്. അവനൊരു മൃഗമാണ്, അവൻ്റെ അടുത്തേക്ക് നീ ഒറ്റയ്ക്ക് പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാമേ, എന്ത് പറയാനാമേ എന്നൊക്കെ പറഞ്ഞ് സച്ചു കുറേ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചേച്ചിയെന്നും പറഞ്ഞു കൂടി ശരത്ത് അങ്ങോട്ടേക്ക് വന്നു.
ശരത്ത് അങ്ങോട്ട് വന്നപ്പം ചേച്ചി ഇങ്ങനെ കിടക്കുക, കണ്ടോടാ നീ ഒരുത്തം കാരണമല്ലേടാ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ വന്നത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആൻ്റണി കൊള്ളരുതാത്തവനാ അവൻ്റെ കൂടെ പോകരുതെന്ന്, നീ അതൊന്നും കേട്ടില്ലല്ലോ. ഇപ്പം കണ്ടോ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്ന് അവൻ എൻ്റെ മോളെ ചെയ്തത് കണ്ടോ, ഇതിനു മുൻപും അവൻ തന്നെയാണ് എൻ്റെ മോളുടെ കാലൊടിച്ചതെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പറയാം. അപ്പം രേവതിയുടെ മുന്നിൽ ചെന്നിട്ട്, ചേച്ചി ഞാൻ അയാളെ ഒരുപാട് വിശ്വസിച്ച് പോയി ചേച്ചി, അയാളെ വിശ്വസിച്ചത് ഞാൻ നിങ്ങളെ എല്ലാവരെയും തള്ളിപ്പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടും വളരെ ഇതായിട്ട് ഞാൻ ക്രൂരമായിട്ട് പെരുമാറി, ഇനി ഒരിക്കലും ഞാൻ അയാളുടെ വാക്ക് കേട്ട് പോവില്ല ചേച്ചി, അയാൾ എനിക്കിനി ആരുമല്ല, അയാളൊരു ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ആൻ്റണി എൻ്റെ ശത്രുവായിരിക്കും ചേച്ചി, ഞാനിനി അയാളുമായിട്ട് യാതൊരു ബന്ധത്തിനും പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു മനസ്സമാധാനം. അതുപോലെ തന്നെ നിന്നോട് സച്ചേട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, കണ്ടില്ലേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം എന്ന് പറയുമ്പം എനിക്ക് തെറ്റുപറ്റിപ്പോയി ചേച്ചി, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് ശരത്ത്. പിന്നെ സച്ചിയാണെങ്കിലും രേവതിയാണെങ്കിലും അതുപോലെ അമ്മയും ദേവും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആശുപത്രിയിൽ നിൽക്കും. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വേണ്ടി വന്നു ശരത്തിൻ്റെ കണ്ണ് തുറക്കാൻ എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശരത്ത് ഇപ്പോൾ എല്ലാ ദുർശീലങ്ങളും ഉപേക്ഷിച്ച് ആൻ്റണി എന്ന് പറയുന്നവനിൽ നിന്ന് എന്നേക്കുമായി അടർന്നു മാറി രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ സ്നേഹവും സത്യസന്ധതയും ഒക്കെ മനസ്സിലാക്കി അവരോടൊപ്പം തന്നെ നിൽക്കുക. ഈ സമയത്ത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും ഇവർ 4 പേരും അടങ്ങുന്ന 5 പേരും അടങ്ങുന്ന നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു കുടുംബവും കാര്യങ്ങളും. അതുപോലെ തന്നെ ശരത്ത് എല്ലാ ദുശ്ശീലങ്ങളും ഉപേക്ഷിച്ച് പഠിക്കാൻ പോകാൻ തുടങ്ങുന്നു, കൃത്യമായി കോളേജിൽ പോകുന്നു, അമ്മയ്ക്കും അതുപോലെ ദേവുവിനും ഒരു താങ്ങായി തണലായൊക്കെ മാറാൻ നോക്കുന്നു. ഇതെല്ലാം രേവതി എന്നിട്ട് പറഞ്ഞും കൊടുത്തു, നീ ഒരാളാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രേവതി കുറേ ക്ലാസ്സും എടുത്തു കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളുമായിട്ടാണ് അടുത്ത ആഴ്ചയിൽ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റാ.